നമസ്കാരം. ഊർമിള ത്യാഗത്തിൻ്റെ പര്യായം. രാമായണത്തിലെ കഥാപാത്രങ്ങളിൽ അത്രയൊന്നും പ്രാധാന്യമർഹിക്കാതെ മറഞ്ഞിരുന്നൊരു കഥാപാത്രമാണ് ഊർമിള. എങ്കിലും വാൽമീകിയുടെ മൗനങ്ങളിൽ ഊർമിളയുടെ ത്യാഗത്തിൻ്റെ വജ്രത്തിളക്കം നമുക്ക് ദർശിക്കാവുന്നതാണ്. ഊർമിളയെക്കുറിച്ച് ഞാനെഴുതിയ ഒരു കവിതയാണ് ഇന്നിവിടെ ചൊല്ലാൻ പോകുന്നത്. ഊർമിള ദുഃഖം. കൊള്ളുന്നു ഗ്രീഷ്മത്തിലടവിലിത്തരുവും ലതയും കല്ലോളിനി തീരവും. കൊള്ളുന്നു ഗ്രീഷ്മത്തിലടവിലിത്തരുവും ലതയും കല്ലോളിനി തീരവും. ശാപമോ കനിലോ ശോണിതം നേത്രങ്ങളിൽ വിരഹത്തിൻ ഗിരിശൃംഗപീഠത്തിലുപവിഷ്ടയായി തേങ്ങിയിടുന്നു ഏകാകിനിയായി. കാലം മറന്നുവോ ത്രേതായുഗത്തിലെ കണ്ണീർ മുട്ടാകും ദേവി. 14 സംവത്സരങ്ങളിലവളിലെ വൈദേഹി ഭാവം നിഴൽ വഴിയേ പ്രാണനാപതി തന്റെ കർമ്മബന്ധങ്ങളെ ശിരസാവഹിച്ചെന്നു ജനകപുത്രി. കൂടെ പുറപ്പെടാൻ വെമ്പൽ കൊണ്ടിടുമ്പോൾ ക്രമഭംഗമാകുമെന്നോടി കാന്തൻ. ലക്ഷ്മണ പത്നി അവഗണനയുടെ ചാട്ടവാറടിയേറ്റു യൗവനം ശിഥിലമായോ. ദുഃഖഭാരത്താൽ കിതയ്ക്കുന്നു ദേവിതൻ വദനത്തിൽ ദർശിപ്പൂ നിരാശ്രയത്വം. ആദികവി കുറിച്ചിട്ട വരികളിൽ ഊർമിള വിരഹതാപമിന്നും യവനികയിൽ. കൊള്ളുന്നു ഗ്രീഷ്മത്തിലടവിലെ തരുവും ലതയും കല്ലോ